ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ 3 മാസത്തെ ഒരു ലോങ് വെക്കേഷന് ശേഷം ഞാൻ ഇന്ത്യയിൽ നിന്ന് സിഡ്നി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ 3 മാസം മാറി നിന്നതിൻ്റെ എല്ലാം ഈ വീട്ടിൽ കാണാനുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പുള്ളിയാൽ കഴിയുന്ന രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ കാണുന്ന വൃത്തികേടുകളൊന്നും എൻ്റെ ഹസ്ബൻഡ് കാണത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് വൃത്തിയാക്കണം. ആക്ച്വലി ചേട്ടന് സമയവും കിട്ടാറില്ല. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലും വർക്കുണ്ട്. അപ്പം അതുകൊണ്ടും കൂടാണ് കേട്ടോ ഈ വീട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ആദ്യം ഞാൻ എഴുന്നേറ്റതൊന്നുമല്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. ഞാൻ ബ്രഷ് മാത്രമേ ചെയ്തുള്ളൂ. ഇനി ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഞാൻ ഫ്രഷ് ആവുന്ന ടൈമിൽ നിങ്ങൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വാ. ഇതാണ് കേട്ടോ വീടിൻ്റെ അവസ്ഥ. ഇന്ന് രാവിലെ ഉണ്ടാക്കിയതിൻ്റെയാണ് കേട്ടോ ഈ പാത്രങ്ങളൊക്കെ സിങ്കി കിടക്കുന്നത്. പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നപ്പം പെട്ടിയൊന്നും അൺപാക്ക് ചെയ്യാൻ പറ്റിയില്ല ഇതുവരെ. അതൊക്കെ ലിവിങ് ഏരിയയിൽ ഇങ്ങനെ ഡിസ്ട്രക്ഷനായിട്ട് കിടക്കുകയാണ്. ഷൂ റാക്കിൻ്റെ ഏരിയയിലും ഇതാണ് അവസ്ഥ. എനിക്കിങ്ങനത്തെ വീട്ടിൽ നിൽക്കാനേ പറ്റത്തില്ല. ബെഡ്റൂമും വലിയ ഗുണമൊന്നുമില്ല. ഞാൻ ആകെ ബെഡ് മാത്രം ഒന്ന് വിരിച്ചിട്ട് എനിക്കൊരു ബ്രീത്ത് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വാർഡ്രോബൊക്കെ കംപ്ലീറ്റ് മെസ്സായിട്ട് കിടക്കുകയാണ്, കണ്ടില്ലേ? കണ്ടല്ലോ അല്ലേ എൻ്റെ അവസ്ഥയിൽ. എനിക്ക് എവിടുന്ന് തുടങ്ങണമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂനിന്മ കുരു പോലെ നല്ല തണുപ്പും ജെറ്റ് ലാഗും എല്ലാം കൂടെ. എനിക്ക് ആ രാവിലെ ആയിട്ട് ഓടിന്ന് ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അയ്യോ എൻ്റെ ദൈവം, ഞാനിനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാം. പിന്നെ 3 മാസം റെസ്റ്റ് എടുത്തല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു സമാധാനം. അപ്പോൾ ആദ്യം കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം കിച്ചണിൽ നിന്നാണല്ലോ ഞാൻ പോകണ്ടല്ലോ. ഞാൻ പോയാലല്ലേ എനർജി കിട്ടും ബാക്കിയൊക്കെ പണി ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കിച്ചണിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ ഉണ്ടാക്കിയ ചില പാത്രങ്ങളുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടാവാം ഇനി ബാക്കി പരിപാടി എന്ന് വിചാരിക്കുവാണേ. അപ്പോൾ ശരി. ഞങ്ങൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയ കുറച്ച് സ്റ്റീൽ പാത്രങ്ങളാണ് ഇത്. ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്തേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ കറകളൊന്നും പോകുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട്. ഈ പാത്രങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചതല്ലായിരുന്നു, ഞങ്ങൾ വാങ്ങിയതാണ് പുതിയതായിട്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കുവാണ്. പുതിയതായിട്ട് വാങ്ങിയപ്പോൾ കഴുകണ്ടേ. സ്റ്റിക്കേഴ്സൊക്കെ ഒരുവിധം പോയതേ ഉള്ളൂ. ഇങ്ങനെ കഴുകി വേണം അത് പോവാൻ. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. ആദ്യം ഈ സെക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ കബോർഡിൻ്റെ അകത്ത് കുറച്ച് സ്റ്റീൽ പാത്രങ്ങളും റൈസും ഒക്കെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ ഈ സെക്ഷനിൽ ഗ്ലാസ് പാത്രങ്ങളും പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് നോൺ സ്റ്റിക്കിൽ നിന്ന് മാറാമെന്ന്. കംപ്ലീറ്റ്ലി മാറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പം തന്നെ കണ്ടില്ലേ, സ്റ്റീലിലോട്ട് മാറിയപ്പം എണ്ണമയമൊക്കെ ഇളകാൻ നല്ല പാട്. അപ്പോൾ എത്രത്തോളം ഞാൻ മാറുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ലെറ്റ്സ് ട്രൈ. അപ്പം കുറച്ച് നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ താഴെ സ്റ്റോർ റൂമിൽ കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ ഒരു ഓർഗനൈസിങ് ടെക്നിക്കാണ് ഇത്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇപ്പം. പിന്നെ എൻ്റെ ക്രിയേറ്റീവ് സൈഡ് വളരെ മോശമാണ് കേട്ടോ. എനിക്ക് ഇതൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ മാത്രമേ അറിയൂ. അല്ലാണ്ട് ഓരോ ആൾക്കാർ കാണിക്കുന്ന പോലെ നല്ല പ്രോപ്പറായിട്ട് പ്ലാൻഡായിട്ട് ഓർഗനൈസ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരെ ഭയങ്കരമായിട്ട് ഞാൻ റെസ്പെക്റ്റും ചെയ്യാറുണ്ട്. ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നില്ല കേട്ടോ. കാരണം അത്രയും ഒരു എനർജി എനിക്കില്ല. പയ്യനെ ചെയ്യുന്നത് വിചാരിച്ചു. ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ഒരു സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുക എന്നുള്ള ഒരു ആസ് ഓഫ് നൗ അതാണ് എൻ്റെ ഒരു പ്ലാൻ.
അപ്പോൾ തൽക്കാലം ഞാൻ വിചാരിച്ചിരിക്കുന്നത് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആ ഒരു സെഷനിൽ വെക്കാം, പിന്നെ ഗ്ലാസ് പാത്രങ്ങളൊക്കെ വേറൊരു സെഷനിൽ വെക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം എനിക്കറിയത്തില്ല ഇത് തികയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മുഴുവനും കാണിക്കാത്തത് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. നാട്ടിലരിയാണ് കേട്ടോ ഇത്. എനിക്ക് എവിടെ പോയാലും ഈ അരി ഭയങ്കര മസ്റ്റാണ്. ചേട്ടൻ കഴിക്കത്തില്ല, പക്ഷെ എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം ഇതുവരെ ഞാൻ കൊണ്ടുവന്നത് ഇത് ബാസ്മതി അരിയാണ്. ഇനി അത് മേടിക്കണം, ഇതിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം കൂടെ മേടിക്കണം. ഈ ഒരു സെഷൻ ഏതാണ്ട് കഴിഞ്ഞ കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ അരി ഞാൻ ഈ കാണുന്ന ക്ലിപ്പ് കൊണ്ടാണ് കേട്ടോ അടച്ചു വച്ചിരിക്കുന്നത്. ഉടനെ തന്നെ എനിക്ക് ഇത് മേടിക്കണം, ഈ ഒരു പാത്രം കൂടെ അതിന് വേണ്ടിയിട്ടൂടെ മേടിക്കണം. ഇനി നമുക്ക് ഈ സെഷനിലോട്ട് കിടക്കാം. അരി ഞാൻ അത്യാവശ്യം അറേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളത് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാമെന്നല്ലാതെ എനിക്ക് പ്രോപ്പറായിട്ട് പ്ലാൻഡായിട്ട് അറേഞ്ച് ചെയ്യാൻ അറിയത്തില്ല. അതിനിടയിൽ എൻ്റെ ചോറ് വെന്ത് കേട്ടോ. ഇനി അത് വാങ്ങണം. ഡ്രോയേഴ്സൊക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. ഈ ഒരു ഏരിയയിൽ എൻ്റെ ക്യാൻഡിൽസും പിന്നെ കുറച്ച് ക്ലിപ്സും പിന്നെ ഗാർബേജ് ബാഗ്സും കീസും ഒക്കെയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് എൻ്റെ ചപ്പാത്തി പലക മാത്രം. ഇതിൽ കുറച്ച് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ഇത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ, നിങ്ങൾക്ക് കാണുമ്പോൾ അത് അത്ര പ്രോപ്പറായിട്ടല്ല എന്ന് തോന്നുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് ബാഗ്സും പിന്നെ പേപ്പറും ഒക്കെയാണ്. സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അടുത്തത് ഞാൻ ഇതാണ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പം സമയം ഏതാണ്ട് 2 മണിയാവാറായി. ഞാൻ ചോറുണ്ടാക്കി, അതിൻ്റെ കൂടെ എന്തെങ്കിലും കറി വേണം. ഞാൻ വിചാരിക്കുന്നത് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാമെന്ന്, ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ട് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പണിയൊന്നും കഴിഞ്ഞില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പണിയാണ്, ഇതുവരെ കഴിഞ്ഞില്ല. ഓരോരുത്തരും നല്ല തണുപ്പുണ്ട്. ഈ സിഡ്നിയിലെ വെതർ എപ്പോഴും ഇങ്ങനെയാണ്, എക്സ്ട്രീം ആയിരിക്കും. ഒന്നെങ്കിൽ സമ്മർ ആണെങ്കിൽ ലൈക്ക് 40-42 വിൻ്ററിലാണെങ്കിൽ 8 ഡിഗ്രി 9 ഡിഗ്രി. ആൻഡ് ഈ 8 ഡിഗ്രി 9 ഡിഗ്രി ഒരു പ്രശ്നമാവില്ലായിരുന്നു. ഇവിടെ എന്തൊരു തണുത്ത നമ്മളെ കുത്തിക്കൊല്ലുന്ന പോലത്തെ ഒരു കാറ്റാണ് ഇവിടെ. എന്തായാലും ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, കാരണം ഫുഡ് ചെന്നില്ലെങ്കിൽ പിന്നെ എനിക്കിതൊന്നും ചെയ്യാനുള്ള ഒരു മനസ്സ് വരത്തില്ല. ഇതാണ് കേട്ടോ ഞാനുണ്ടാക്കിയ പൊട്ടറ്റോ ഫ്രൈ. ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ട റെസിപ്പിയാണേ. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ലഞ്ച് ഇവിടെ റെഡിയായി. വലിയ ആഡംബരമൊന്നുമില്ല, ചോറും പൊട്ടറ്റോയും യോഗേർട്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഈ സെക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. അങ്ങനെ ദിസ് പ്ലേസ് ഈസ് ഡൺ. ഇനി ഈ ഏരിയയുടെ മോൾ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. സമയം ഒരു 3-3:30 ആയിട്ടുണ്ട്. ഈ ടൈം ആയപ്പോഴേക്കും എൻ്റെ മൂഡൊക്കെ പോയി കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി വെക്കുമായിരുന്നു എല്ലാം. അങ്ങനെ വാങ്ങിച്ച ചോക്കോസൊക്കെ ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കി വരുന്നതൊക്കെ ഞാനൊരു ക്ലിപ്പ് ഇട്ടിട്ട് വേറൊരു വലിയൊരു കണ്ടെയ്നറിൽ മാറ്റി വെക്കും കേട്ടോ. ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഞാൻ എൻ്റെ ഷോപ്പിംഗ് വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കാണണേ. ഇടുന്ന വഴിക്ക് വീഴുന്നതൊക്കെ എൻ്റെ വയറ്റിലോട്ട് തന്നെയാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ കിച്ചൺ ടോപ്പ് ക്ലിയർ ചെയ്തു. ഇനി ഇവിടേക്ക് ഒന്ന് തുടച്ചെടുക്കണം. അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ കിച്ചണൊക്കെ വൃത്തിയാക്കി കേട്ടോ. അറ്റ്ലീസ്റ്റ് ഇപ്പം ഒന്നൊന്ന് കുക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെ വൃത്തിയാക്കിയപ്പം വന്ന വേസ്റ്റുകളാണ് ഇത്. ഇനി ഇതൊക്കെ താഴെ കൊണ്ടുപോയി കളയണം. P1 കേട്ടോ ഞങ്ങൾ വേസ്റ്റ് കളയുന്നത്. ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ വേസ്റ്റ് കളയുന്നത്. ജനറൽ വേസ്റ്റ് ഇടാനും പിന്നെ റീസൈക്കിൾ വേസ്റ്റ് ഇടാനും വേറെ വേറെ ബിൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വേസ്റ്റ് കളഞ്ഞു. ഇത് ഫസ്റ്റ് കാർ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ തന്നെയാണ് വേസ്റ്റ് കളയുന്ന ബിൻസും അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നേരെ പോയത് P2ലേക്കാണ്, അതായത് സെക്കൻഡ് പാർക്കിംഗ് ഏരിയ. അവിടെയാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റോർ റൂംസൊക്കെ ഉള്ളത്. എല്ലാ റൂമുകാർക്കും ഓരോരോ ഗ്രില്ലിട്ട മുറി കൊടുത്തിരിക്കും. ഞങ്ങളുടെ റൂം നമ്പർ 12 ആയതുകൊണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റോർ റൂം. ഞാൻ ഇവിടെ വന്നത് ഒരു കാർഡ് ബോക്സ് എടുക്കാനാണേ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറച്ച് നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഈ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കണമെന്ന്. സോ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാർഡ് ബോർഡാണ് ഞാൻ ഈ തപ്പുന്നത്. അവസാനം ഈ കാർഡ് ബോർഡാണ് കേട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് ആക്ച്വലി വാക്യൂമിൻ്റെ ആണ്. പറ്റിയൊരു കാർഡ് ബോർഡായിട്ട് എനിക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ അതിൽ ഇപ്പം വേണ്ടാത്ത കുറച്ച് നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ആക്കി കേട്ടോ. അപ്പോഴാണ് ശ്രദ്ധിച്ചത് സെല്ലോ ടേപ്പ് തീർന്നു പോയി. ശുഭം. ഏതായാലും ഞാനത് താഴെ കൊണ്ട് വെച്ചു കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇവിടെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. തൂത്തിട്ടൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പട്ടിപ്പണിക്ക് ശേഷം കിച്ചൺ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ലിവിങ് ഏരിയ ഉണ്ട്. അതെന്തായാലും ഇന്ന് പറ്റത്തില്ലെന്ന് മനസ്സിലായി. അത് ഞാൻ നാളത്തേക്ക് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ സീ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ.